എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രേണുസുതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയട്ടെ, ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ വൈക്ലപ്പിൽ പെട്ടിരുന്ന് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്ത് പോവാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം വിമർശിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഗർഭം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗർഭം മാത്രമല്ല, ഈ പറയുന്ന ഗർഭം, അബോർഷൻ, ഈ ഒരു കാര്യം ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അധികം ട്രോൾ വീഡിയോ വരെ വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതെന്താണ് വിഷയം എന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹനാൻ എന്ന് പറയുന്ന പെൺകുട്ടി, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളക്കരയുടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പൊന്നോമന പുത്രിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി. അതായത് നമുക്കറിയാം, കുട്ടിക്കാലത്ത് ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട്, സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടിയിട്ട് അതിരാവിലെ എഴുന്നേറ്റ് മീൻകച്ചവടം ചെയ്തതിന് ശേഷം പുള്ളിക്കാരത്തി പഠിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പല ആളുകളും ഇടപെട്ട് ഒടുവിൽ സർക്കാർ ആ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു രീതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, കേരളക്കരയുടെ സ്വന്തം പുത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഹനാനെ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ സൂചിച്ചേട്ടൻ മരിച്ച് ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പില് അപ്പൊ ഇവൾക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി, ഫിസിക്കലി റിലേഷൻ ആയി. അപ്പൊ സൂചിച്ചേട്ടന്റെ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവള് ആ സമയത്ത് പ്രഗ്നൻസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവൾക്ക് അത് വലിയ ഇഷ്യൂസ് ആവും. അപ്പൊ ഇവള് എന്ത് ചെയ്തു, ഇവള് കൊണ്ടുപോയിട്ട് ഇവള് ഇതിന് ഗർഭലസിപ്പിക്കാനുള്ള മരുന്ന്. അപ്പോൾ ഇത്രയും വലിയ ഒരു കാര്യമാണ് രേണുസുതിയെ കുറിച്ചിട്ട് ഹനാൻ പറഞ്ഞത്. അതത്ര നല്ല കാര്യമൊന്നും അല്ല എന്നുള്ളത് ഈ കേട്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയ മൊത്തത്തിൽ വൈറലായി. അപ്പോൾ എല്ലാവരും ഇതെടുത്തിട്ട് ചർച്ച ചെയ്യാനും തുടങ്ങി. ഈ ഒരു കാര്യം ഹനാൻ പുറത്ത് പറയുന്ന സമയത്തിന് രേണുസുതി ബിഗ് ബോസിനുള്ളിലായിരുന്നു. എന്നാൽ പുറത്ത് വന്നതിന് ശേഷം പുള്ളിക്കാരത്തി ഇതിനെക്കുറിച്ചിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും പുള്ളിക്കാരത്തി ഇതിനെക്കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി എങ്ങും കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നീട് പുള്ളിക്കാരത്തി പറഞ്ഞൊരു മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് സൗകര്യമില്ല പ്രതികരിക്കാൻ അതിനെപ്പറ്റി. മറ്റേ പുള്ളിക്കാരി പറഞ്ഞത് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ലെന്നേ. എന്താ പ്രതികരിക്കാൻ? എനിക്കെന്താ, ഞാൻ എന്താ ആരെ പേടിക്കണം? എന്റെ മൂത്ത മോനും എന്റെ വീട്ടുകാരും ഞാൻ എന്തിനാണ് ആരെ പേടിക്കണം? 22 വയസ്സുകാരന് വെളിപ്പെടുത്താൻ സൗകര്യമില്ല, അത്രേ ഉള്ളൂ. അവളങ്ങനല്ലേ പറയുന്നവരങ്ങനല്ലേ പറയുന്നത്. എനിക്ക് സൗകര്യമില്ല വെളിപ്പെടുത്താൻ. എനിക്ക് എന്റെ മൂത്ത മോനും എന്നെ അറിയാം, എന്റെ സുധിച്ചേട്ടന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാർക്ക് അറിയാം, എന്റെ വീട്ടുകാർക്കും എന്നെ അറിയാം. പിന്നെ ആരെയാ ഞാൻ ബോധിപ്പിക്കേണ്ടത്? ആരെ ബോധിപ്പിക്കണം? നിങ്ങൾ പറ. കുറെ നാളായി തുടങ്ങിയിട്ട് അവളെന്താ അതിനെപ്പറ്റി പ്രതികരിക്കാതെ? അവളെന്താ ഇതിനെ പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നേ കൊണ്ട് കേസ് കൊടുക്കും. മനസ്സിലായോ? പ്രതികരിക്കാൻ സൗകര്യമില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാള് എന്തൊക്കെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ മാക്സിമം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് ഏതെങ്കിലും ഒരുത്തെ റീച്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കെട്ടിയെടുത്ത് ഓരോരുത്തരും ഇങ്ങനെ ഇടുന്നു. ഞാൻ ഈ പ്രതികരിക്കാൻ കൂടെ ചെയ്യണം. സൗകര്യമില്ല. പ്രതികരിക്കാത്ത പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹനാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ പറഞ്ഞ രീതി കുറച്ച് മാറിപ്പോയി. അതായത് ഈ പറയുന്ന സുധി മരിക്കുന്നതിന് മുമ്പ്, അതായത് ഋതപ്പൻ ജനിക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് രേണു പ്രഗ്നന്റ് ആയി. ആ കുട്ടി 2 മാസം വയറ്റിലുള്ള സമയത്ത് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തത് കാരണം വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ആ ഒരു കുട്ടിയെ അബോർട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് രേണു പറയുന്നത്. ആ ഒരു വിഷയത്തിൽ ഹനാൻ പറഞ്ഞപ്പോൾ അതിനുള്ള റീപ്ലൈ കൊടുക്കാഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ, ആ ഒരു അബോർട്ടിനെ കുറിച്ചിട്ട് പുള്ളിക്കാരത്തേക്ക് ചിന്തിക്കുന്നത് പോലും ഇഷ്ടമല്ല, ആ ഒരു സംഭവം ഓർക്കാൻ പോലും ഇഷ്ടമല്ല. അത്രയേറെ വേദനാജനകമായിട്ടുള്ള ഒരു ഓർമ്മയാണത്. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി അന്ന് അതിന് മറുപടി കൊടുക്കാഞ്ഞത് എന്നുകൂടിയാണ് പറയുന്നത്. ശേഷം ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചയിലേക്ക് പോയി. നമുക്കറിയാം, ജനങ്ങളുടെ മുന്നിലേക്ക് ഒരെണ്ണം ഇട്ടുകൊടുത്താൽ അത് അവർ നല്ല രീതിയിൽ ചർച്ച ചെയ്യും എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇവിടെ രേണു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ഇതേക്കുറിച്ച് ആരും ചർച്ച ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം അബോർഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അബോർഷനെ പറ്റിയിട്ട് ആരെങ്കിലും സംസാരിക്കുകയോ ആ ഒരു ഹോസ്പിറ്റലിന്റെ പേരെങ്കിലും പരാമർശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കേസ് എടുക്കും. എല്ലാവരുടെയും പേരിലും കേസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരും അബോർഷനെ കുറിച്ചിട്ട് സംസാരിക്കരുത് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരത്തിക്ക് നിയമവശങ്ങൾ അത്രയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഒരു വ്യക്തി സാധാരണ രീതിയിൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ വയറ്റിൽ വെച്ചിട്ട് ഇല്ലാണ്ടാക്കുന്നത് തെറ്റാണ്, ഗർഭഛിദ്രം നടത്തുക. അപ്പോൾ ഇതല്ലാത്ത പക്ഷം അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ ഒരു കുഞ്ഞിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ആ ഒരു അമ്മയുടെ ആരോഗ്യത്തിന്
വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കുഞ്ഞു വയറ്റിനുള്ളിൽ മരണപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അത് ആ ഒരു അമ്മയുടെ ആയുസിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെ ഏതൊരു ഹോസ്പിറ്റലിലും അബോർട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യങ്ങളോ ഉള്ള കുട്ടിയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിലും ഇതുപോലെ തന്നെ അബോർട്ട് ചെയ്ത് നടത്താറുണ്ട്. അതിന് നിയമത്തിന്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, അതിനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഒരു കുഞ്ഞ് അബോർട്ടായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൻ്റെതായിട്ടുള്ള ഒരു കുരുക്കും ആരുടെയും കഴുത്തിൽ വീഴാൻ പോകുന്നില്ല. അപ്പോൾ അല്ലാത്ത രീതിയിൽ പ്രഗ്നന്റ് ആയിട്ട് ആ ഒരു പ്രഗ്നൻസിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗർഭചിത്രം നടത്തുക എന്നതാണ് നിയമവശത്താൽ കുറ്റകൃത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് രേണുസുതിക്ക് അറിയില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി വീണ്ടും ഈ ഒരു ഗർഭത്തിന്റെ ഒരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു മറുപടിയിൽ പുള്ളിക്കാരത്തി പറയുന്നത് കേട്ടിട്ട് വരാം. പലരും പല പ്രാവശ്യം ചോദിച്ചു, ഈ ഹനാൻ ഒരു ഇത് കൊടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അതിനൊരു റിപ്ലൈ കൊടുക്കുന്നില്ല? നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്, ഇപ്പോൾ ഇത്ര ആൾക്കാരുടെ പേരും കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഋതപ്പൻ ഉണ്ടാകുന്നതിന് 6 മാസം മുന്നേ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ സൂചിച്ചാടനും കിച്ചും ഒക്കെ പൊട്ടിക്കരഞ്ഞ നിമിഷമാണ് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അതിനെ അബോർഷൻ ആക്കി കളഞ്ഞു. രേണുസുതിക്ക് അബോർഷൻ ചെയ്തു. അതായത് ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് ഇപ്പോഴും സങ്കടമാണ്. എന്നിട്ട് അന്ന് സഹപ്രവർത്തകരൊക്കെ വിളിച്ച് ഭയങ്കര സൂചന പൊട്ടിക്കരയാണ് അവിടെ നിന്ന്. അതിനുശേഷം 6ാമത്തെ മാസമാണ് ഋതപ്പൻ ഉണ്ടായത്. ഋതപ്പൻ കുഞ്ഞ് ഞാൻ ക്യാരി ആയത്. സോ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. എനിക്ക് അങ്ങനെ എന്താ പറയാ, ഈ കണ്ട അവളമാരൊക്കെ പറയുന്നത് കേട്ട് പ്രതികരിക്കാനോ എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇനി പൊങ്ങി വരും, ഓരോരോ പൊങ്ങി വരും. എനിക്ക് അതിനൊന്നും പ്രതികരിക്കാനും സമയമില്ല. അതുകൊണ്ടാണ് ചേച്ചി ഞാനത് ഇത്രയും നാളോട് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം എന്റെ വീട്ടുകാർക്കും അറിയാം, സൂചിച്ചാന്റെ വീട്ടുകാർക്കും അറിയാം. എല്ലാം പെൺകുട്ടികളാവുമ്പോൾ സ്ത്രീകളാകുമ്പോൾ അങ്ങനെ ആവും, അങ്ങനെ ചെയ്യും. പുള്ളിക്കാരത്തി പറയുകയാണ്, സ്ത്രീകളാകുമ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും. അതിന് മറ്റുള്ളവർക്ക് എന്താണ്, ഈ പറയുന്നവന്മാരാരെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്നവരാണോ ഇതുണ്ടാക്കി തന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പുള്ളിക്കാരത്തി സംസാരിക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞാൽ രേണുസുതിക്കൊന്നുമില്ല, രേണുസുതി ആരും ഇങ്ങോട്ട് പറയാൻ വരണ്ട എന്നൊക്കെയുള്ള രീതിയിൽ എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് ഈ ഒരു സ്ത്രീ സംസാരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അബോർഷൻ കേസാണ്, അതൊക്കെ വരട്ടെ. പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും. എന്തെങ്കിലും അവിടെ ഇവർക്കൊക്കെ എന്താ, ഈ പറയുന്നവർക്ക് ആർക്കെങ്കിലും എന്തോ പ്രശ്നം. ഈ പറയുന്നവനൊക്കെയാണോ ഉത്തരവാദികൾ? അല്ലല്ലോ, പോവാൻ പറ, അത്രേ ഉള്ളു രേണുസുതി. മനസ്സിലായി? പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും. എന്തെങ്കിലും അവിടെ ഇവർക്കൊക്കെ എന്താ, ഈ പറയുന്നവർക്ക് ആർക്കെങ്കിലും എന്തോ പ്രശ്നം. ഈ പറയുന്നവനൊക്കെയാണോ ഉത്തരവാദികൾ? അല്ലല്ലോ, പോവാൻ പറ, അത്രേ ഉള്ളു രേണുസുതി. മനസ്സിലായോ? പോകാൻ പറ. ഇങ്ങനെയാണേലും അല്ലെങ്കിൽ നിനക്ക് എന്തിട്ട് പള്ളിയാന്ന് ഞാൻ. ഇത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന രേണുസുതി പിന്നീട് അതേ നാണയത്തിൽ തന്നെ പറഞ്ഞ വാക്കിനെ മാറ്റി പറയുന്നതാണ് കണ്ടത്. ഇത് ഇപ്പോഴൊന്നുമല്ല, നേരത്തെ തൊട്ടേ നമ്മൾ ഇവർ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ തുടങ്ങിയ ആ ഒരു സമയം തൊട്ടേ നമ്മൾ കാണുന്നതാണ്. ഇപ്പം പറയുന്നതല്ല, കുറച്ച് കഴിയുമ്പോൾ പറയുന്നത്, അപ്പം പറയുന്നതല്ല, ഒരിത്തിരി നേരം കൂടി കഴിഞ്ഞാൽ പറയുന്നത്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞത് പുള്ളിക്കാരത്തി വീണ്ടും അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി ഗർഭത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഈ സ്ത്രീകളായാൽ പ്രഗ്നന്റ് ആവും എന്നാണ് പറഞ്ഞത് എന്നാണ് പുള്ളിക്കാരത്തി ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞത് എന്താണ്, പെണ്ണുങ്ങളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായെന്നിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു റോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ് കേട്ടോ. സ്ത്രീകളാവുമ്പോൾ അബോർഷൻ ചെയ്യും എന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ വളരെ തെറ്റാണ്. അപ്പോൾ ബുദ്ധി ഇല്ലെന്ന് കരുതിയിട്ട് എന്ത് വിളിച്ച് പറയരുത് കേട്ടോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് നിങ്ങളൊക്കെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് കിടക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരക്കാരൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് വിചാരിക്കും, ഓഹ് അടിപൊളി, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. രേണുസുതി പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ, സ്ത്രീകളാവുമ്പോൾ അബോർഷൻ ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കുറേ അധികം ആളുകൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുകയായിരിക്കും, അങ്ങനെയൊന്നുള്ള ആളുകളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിലും ഈ പറയുന്ന രേണുസുതിയെ പോലെയും അലൻ ജോസ് പെരേരയെ പോലെയും ആറാട്ടണ്ണനെ പോലുള്ള ആളുകളെയും തലയിൽ ചുമന്ന് നടക്കുന്ന ആളുകളുള്ള നാടല്ലേ ഇത്. അപ്പോൾ പിന്നെ ഇതിനപ്പുറം ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ രേണുസുതി എന്തായാലും ഈ പറഞ്ഞ വാക്കുകളിൽ നിന്നും മറുകണ്ഠം ചാടിയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരത്തി എന്താണ് പറയുന്നത്, വീട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും അബോർഷൻ കേസിലെ. അബോർഷൻ സംഭവിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. പെണ്ണാണെങ്കിൽ പ്രഗ്നന്റ് ആകും, പെണ്ണാണെങ്കിൽ പിന്നെ പെണ്ണുങ്ങളല്ലേ പ്രഗ്നന്റ് ആവുന്നത്. അതിനെന്താ അതത്ര എന്താ തെറ്റാണോ ഞാൻ പറഞ്ഞത്? ഒരമ്മയാകാന്ന് പറഞ്ഞ അത്ര തെറ്റാണോ? പെണ്ണാണെങ്കിൽ അബോർഷൻ ആക്കുമെന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. പെണ്ണാണെങ്കിൽ പ്രഗ്നന്റ് ആകുന്നതാണ് പറഞ്ഞത്. പിന്നെ അതിനകത്തൂടെ വളച്ചൊടിച്ച് പെണ്ണാണെങ്കിൽ അബോർഷൻ ആക്കുന്ന എങ്ങും ഞാൻ പറഞ്ഞിട്ടില്ല. പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പ്രഗ്നന്റ് ആകുമെന്നാണ് ഞാൻ പറഞ്ഞത്. പെണ്ണുങ്ങളാണെങ്കിൽ പ്രഗ്നന്റ് ആകും, അത് ഇത്ര വലിയ സംഭവമല്ല. നമ്മളെല്ലാം ജനിച്ച നമ്മുടെ അമ്മയുടെ വയറ്റിന്നല്ലേ, അത് പ്രഗ്നന്റ് ആയിട്ടല്ലേ? അല്ലേ, ഞാനും പ്രഗ്നന്റ് ആയതല്ലേ, എന്റെ ഋതുവിനെ ഞാൻ പ്രസവിച്ചു. ഇതാണ് ഇപ്പൊ പുള്ളിക്കാരത്തി പറയുന്നത്. പുള്ളിക്കാരത്തി ഇപ്പൊ പറയുന്നത് സ്ത്രീകളായ പ്രഗ്നന്റ് ആവും എന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരത്തി പറയുന്നത് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്നാൽ നേരത്തെ എന്താണ് പറയുന്നത്,
അതെ, അതാണ് കാര്യം. അപ്പോൾ ഒരേ സമയത്ത് ഒരു ജലാശയത്തിൽ പല കളർ കാണിക്കാൻ ഈ പുള്ളിക്കാരത്തിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, മറ്റാരും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഫാൻസുകാരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നാം. സാരമില്ല മക്കളെ, മാറിയിരുന്ന് കരഞ്ഞോളൂ, സങ്കടം പതുക്കെ മാറിപ്പൊയ്ക്കോളും. ഇത്രേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരത്തിയോട് പിന്നീട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നതാണ്, ചില ആളുകളൊക്കെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിൽ നിന്ന് താഴേക്ക് വെക്കത്തില്ല. എത്രത്തോളം പറഞ്ഞ് എന്താണ് പറയുന്നത് എന്നുള്ള ഒരു നിശ്ചയം പോലും ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് രേണുവിൻ്റെ കാര്യവും. രേണു എങ്ങോട്ട് പോയി കഴിഞ്ഞാലും പിന്നാലെ ചോദ്യവും ചോദിച്ചിട്ട് ഒരു 100,000 ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ മറുപടി കൊടുക്കുമ്പോൾ എന്താണ് പുറത്തേക്ക് ഛർദ്ദിച്ചിടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ചിട്ട് ഛർദ്ദിക്കാൻ ഇരിക്കുകയാണെങ്കിൽ വളരെ നന്നാവും എന്നാണ് രേണുവിനോട് പറയാനുള്ളത്. അപ്പോൾ രേണു ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഋതപ്പനെ പ്രഗ്നന്റ് ആവുന്നതിന് 6 മാസം മുമ്പ് പുള്ളിക്കാരത്തി മറ്റൊരു കുഞ്ഞിനെ പ്രഗ്നന്റ് ആയി. അത് പിന്നീട് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തത് കാരണം അബോർട്ടായി പോയി എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, സുധിച്ചേട്ടൻ ഭയങ്കര പൊട്ടി കരയായിരുന്നു സുധിച്ചേട്ടൻ. പിന്നെ അതുപോലെ തന്നെ കിച്ചു ചെറിയ കുട്ടിയായിരുന്നു, പക്ഷെ കിച്ചുവും പൊട്ടി കരയായിരുന്നു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അത് കേട്ടപ്പോഴത്തേക്ക് അതൊരു ലോജിക്ക് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി. സുധി ഓക്കെ ഹസ്ബൻഡാണ്, അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഒരു ചെറിയ കുട്ടി കൂടി വരുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സങ്കടം ഉണ്ടായി കാണും, അത് സ്വാഭാവികം. പക്ഷേ ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയല്ലേ, ഒരു കുഞ്ഞ് അബോർഷനായി പോയി എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് പോലും ശരിക്കും മനസ്സിലാവാത്ത പ്രായത്തിൽ അത് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കിച്ചു പൊട്ടി കരഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് രേണു. തള്ളി മറിക്കാം, കുറേശ്ശെ പതുക്കെ തള്ള്, എന്നാലല്ലേ ആ ഒരു തള്ളലിനെങ്കിലും ഒരു ഊക്കുണ്ടാവൂ. ഇതൊരു വല്ലാത്ത തള്ളൽ തന്നെയാണ് രേണു പറയുന്നത്. സുധി കരഞ്ഞു അല്ലെങ്കിൽ സുധി പൊട്ടി കരഞ്ഞു എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. കാരണം അയാൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഒരു ചെറിയൊരു കുഞ്ഞ് വേണമെന്നുള്ളത്. പക്ഷെ അതേസമയം ഋതപ്പനും കിച്ചുവും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 6 വയസ്സിൻ്റെയെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു അതായത് ആ ഒരു പ്രായത്തിൽ കിച്ചുവിന് ഈ അബോർട്ടായത് എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാത്ത പ്രായത്തിൽ പെട്ടെന്ന് ഈ പുള്ളിക്കാരത്തി ഹോസ്പിറ്റലിനുള്ളിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തിന് പുറത്തു നിന്ന് കിച്ചുവും പൊട്ടി കരഞ്ഞു എന്ന് പറയുമ്പോൾ അതിനൊരു ലോജിക്കില്ല, അത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അതെന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഈ പറയുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ വിശ്വസിക്കണം എന്ന് കരുതിയിട്ട് എന്തും ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും എല്ലാവരും വിശ്വസിച്ചു, വളരെ നല്ല മറുപടി തന്നെയാണ്. എന്തായാലും സമൂഹത്തിന് തെറ്റായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കാതിരിക്കാൻ ഈ പുള്ളിക്കാരത്ത് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യം ഒരു 100,000 പേര് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ മറുപടി കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുകൂടി ആലോചിച്ചിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഇവരോട് പറയാനുള്ളൂ. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.